ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് ഇഡ്ലിക്കും അതുപോലെ തന്നെ ദോശയ്ക്കും ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഇഡ്ലിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഒരു അര സ്പൂണൊക്കെ എണ്ണ ഒഴിച്ചാൽ മതി, കൂടുതലൊന്നും വേണ്ട. അപ്പോൾ ഈ എണ്ണയിൽ ആദ്യം കായം വറുത്തെടുക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കട്ടിക്കായാണ്. അപ്പോൾ കട്ടിക്കായ ആകുമ്പോൾ അതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ പൊടിയാണെങ്കിൽ ലാസ്റ്റ് കായത്തിൻ്റെ പൊടി ചേർത്തിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതിൽ കാണുന്ന ഇത്രയും ഒരു വലുപ്പത്തിലുള്ള, അതായത് ഒരു ചെറിയൊരു കഷ്ണം കായാണ് എടുത്തിരിക്കുന്നത്. ഗ്രാം കണക്കിന് പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 2 ഗ്രാമോളം വരും. അളവ് കൂടി പോകരുത്. ഇനി ഇതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കായം വറുത്തെടുക്കണം, മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ കായം നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉണക്കമുളക് ഒന്ന് വറുത്തെടുക്കണം. ഒരു 5-6 ഉണക്കമുളക്, പിന്നെ ഒരു 2 കാശ്മീരി മുളക് ഒരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചേർത്തത് നല്ല എരിവുള്ള മുളകാവുക കാരണം 2 കൂടി മിക്സായ മുളകാണ്. അപ്പോൾ ഞാൻ ഇത്രേ ചേർക്കുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 5-6 സാധാരണ മുളകും പിന്നെ ഒരു 2 കാശ്മീരി ചില്ലിയും ചേർത്താൽ മതിയാവും. പിന്നെ നമ്മൾ എണ്ണ വീണ്ടും ഒഴിക്കൊന്നും ചെയ്യരുത്. ആ കായം വറുത്ത ബാക്കി എണ്ണയിൽ മാത്രമേ മുളക് വറുത്തെടുത്താൽ മതി കേട്ടോ. പിന്നെ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ എണ്ണ തന്നെ ധാരാളമാണ്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണ്, എണ്ണയിൽ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കുക. എൻ്റെ കയ്യിൽ കുറച്ച് ഉണങ്ങിയ കറിവേപ്പിലയാണ് കേട്ടോ, ഫ്രഷ് ആയത് കിട്ടിയില്ല. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് കരിഞ്ഞു പോകാത്ത രീതിയിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കുക. മുളകിൻ്റെ കളറ് മാറിപ്പോയി കഴിഞ്ഞാൽ ഇതിന് ഒരു കയ്പ്പ് രസം വരും. ഇപ്പോൾ ഇതാ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ആ കറിവേപ്പില തൊട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മനസ്സിലാവും, അതിങ്ങനെ പൊടിഞ്ഞു വരാൻ തുടങ്ങും. കറിവേപ്പില മൂപ്പിക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇനി ബാക്കിയുള്ളതൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണ്. ഒരു 1/4 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. പരിപ്പൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പരിപ്പ് എടുക്കാൻ ശ്രദ്ധിക്കുക, കുറേ പഴയതൊന്നും എടുക്കരുത്. അപ്പോൾ പരിപ്പൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കഴുകി എടുക്കണമെങ്കിൽ പരിപ്പ് പെട്ടെന്ന് കഴുകി എടുത്തിട്ട് അരിപ്പയിൽ ഊറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ട് ഒന്ന് തുടച്ചിട്ട് പിന്നെ വറുത്തെടുത്താൽ മതി. പരിപ്പ് നല്ല ഗോൾഡൻ കളറിൽ വറുത്തെടുക്കണം. അപ്പോൾ ഇതാ പരിപ്പും നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ആ റോസ്റ്റ് ചെയ്ത നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കോരി മാറ്റാം. ഇനി വറുത്തെടുക്കേണ്ടത് ഉഴുന്നുപരിപ്പാണ്. അപ്പോൾ എത്രയാണ് നമ്മൾ കടലപ്പരിപ്പ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഇരട്ടിയാണ് ഉഴുന്നെടുക്കുക. അപ്പോൾ ഒരു 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകാണ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എള്ളാണ്. കറുത്ത എള്ളാണ് ചേർക്കുന്നത്. സാധാരണ കറുത്ത എള്ളായിരിക്കും ഇതിന് നല്ലത്, പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ മാത്രം വെളുത്ത എള്ള് ചേർക്കാം. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അരി കൂടി ചേർക്കുന്നുണ്ട്. ശരിക്കും ഇതിലേക്ക് സാധാരണ മട്ട അരിയില്ലേ, അതാണ് ഞാൻ ചേർക്കാറ്. മട്ട അരി ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ പച്ചരി വൈറ്റ് റൈസാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ചട്നി പൗഡർ ഉണ്ടാക്കുമ്പോഴൊക്കെ ടേസ്റ്റ് എപ്പോഴും മട്ട അരിയാണ്, അതായത് ചുവന്ന അരി ഇല്ലേ, പുഴുക്കല്ലരി മട്ട, അതാണ് എടുക്കുക. അത് 1 ടേബിൾ സ്പൂൺ മതി, അധികം ചേർക്കണ്ട. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് നല്ല ഗോൾഡൻ കളറിൽ വറുത്തെടുക്കാം. അപ്പോൾ ആ അരിയും കുരുമുളകും അതുപോലെ തന്നെ എള്ളൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നൊരു ശബ്ദം കേൾക്കും. അപ്പോൾ അത് ഉഴുന്നും അരിയൊക്കെ നന്നായിട്ട് മൂത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ആ വറുത്ത് വെച്ചതൊക്കെ ഇതിലേക്ക് തന്നെ തിരിച്ചിട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഇതൊരു 5 മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ, ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കണം. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിൻ്റെ ശേഷം എല്ലാം കൂടി ഒരുമിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും മുക്കാനുണ്ടെങ്കിൽ അതും കൂടി നന്നായിട്ട് ഒരുമാതിരി എല്ലാം ഒരേപോലെ നന്നായിട്ട് മൂത്ത് കിട്ടും. പിന്നെ അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കട്ടിക്കായ അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ആ അവസാനം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഈ കായത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ 2 ഗ്രാം കായാണ് ചേർത്തിരിക്കുന്നത്. ആദ്യം നമ്മളൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ കായത്തിൻ്റെ മണം കുടിച്ച് നന്നായിട്ട് ഉള്ള പോലെ തോന്നും. നിങ്ങൾക്ക് 1.5 ഗ്രാമും ചേർക്കാം കേട്ടോ അതിൽ. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന സമയത്ത് കായത്തിൻ്റെ ആ ഒരു അളവ് വളരെ കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്.
അപ്പോൾ കുരുമുളക് ചേർക്കുന്ന കാരണം ചുവന്ന മുളകിൻ്റെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇഡ്ഡലി പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ അളവിൽ ഉണ്ടാക്കി വെക്കാതിരിക്കുകയാണ് നല്ലത്. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്രഷ്നെസ്സൊക്കെ പോകും. പ്രത്യേകിച്ച് നമ്മൾ കായൊക്കെ ചേർക്കുന്നതല്ലേ. ഇത്രയും അളവിൽ ഉണ്ടാക്കി വെച്ചാൽ കുറേ ദിവസം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് പൊടിക്കുമ്പോൾ നല്ല ഫൈനായിട്ടും പൊടിക്കാം, ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ടും പൊടിക്കാം. അത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് പൊടിക്കുന്നതാവും നല്ലത്. പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൽ നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, നല്ലെണ്ണ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നെയ്യിൽ ചാലിച്ചിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഡ്ലിയുടെയും അതുപോലെ തന്നെ ദോശയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ ചട്നി പൗഡറാണിത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.